ലോകവും ശാന്തിയും സന്തോഷം കളിയാടുന്ന ഒരു പുതുവർഷം. നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് കുറെ കൂടെ അടുക്കുന്ന സാർത്ഥകമായ പുതുവർഷം 2026 സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയട്ടെ. അനുകൃപ മക്കളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മൾ മറ്റൊരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകൃതിയിലാകെ സന്തോഷം അലയടിക്കുമല്ലോ. പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളെല്ലാം ആ സന്തോഷത്തിൽ പങ്കുചേരും. അതുപോലത്തെ ഒരവസരമാണ് പുതുവർഷ കറങ്ങ്. ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും ആവേശത്തിന്റെയും നിമിഷങ്ങൾ. സന്തോഷം എന്നത് നമ്മുടെ എല്ലാ അവകാശമാണ്. സന്തോഷിക്കുന്നതിലും ആഘോഷിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. മാത്രമല്ല നമ്മുടെ സ്വപ്രതീക്ഷയും ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ സംസ്കാരപൂർണമായ ആഘോഷമാണ് വേണ്ടത്. ആഘോഷത്തോടൊപ്പം അവബോധവും നമുക്ക് ആവശ്യമാണ്. പുതുവർഷപ്പിറവി വിലയിരുത്തുന്നതിനും പരിവർത്തനത്തിനുമുള്ള സമയമാകണം. അപ്പോഴേ അത് നന്മയിലേക്ക് നയിക്കുകയുള്ളൂ. പരിണാമമാണ് പ്രകൃതിയുടെ നിയമം. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം അങ്ങനെ ഋതുക്കൾ ഓരോന്നായി കടന്നു വരുന്നു, ഓരോന്നായി കടന്നു പോവുകയും ചെയ്യുന്നു. ശിശിരം വരുമ്പോൾ വൃക്ഷങ്ങൾ ഇലകൾ പൊഴിച്ചു കളയും. കാരണം അത് പൂർണ്ണകാലത്ത് നിന്നുള്ള ജീർണതകളാണ്. വസന്തം വരുന്നതോടെ പുതിയ നാമ്പുകൾ വളരും. പ്രകൃതി സസ്യശ്യാമളമാകും. എങ്ങും പൂക്കൾ വിരിയും. ഏവർക്കും ഉല്ലാസവും ആനന്ദവും പകരും. അതുപോലെ ജീവിതപാതയിൽ ജൈവപൂർവ്വം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളിലെ ജീർണതകളെ നമ്മൾ ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥ വസന്തം കടന്നു വരും. ബാഹ്യമായ പരിവർത്തനത്തിനോടൊപ്പം ആന്തരികമായ പരിവർത്തനം കൂടി ജീവിതത്തിൽ സംഭവിക്കണം. ആ ആന്തരികമായ പരിവർത്തനമില്ലെങ്കിൽ പുതുവർഷപ്പിറവി അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും മാറ്റം മാത്രമായി തീരും. അത് കഴമ്പില്ലാത്ത കുറെ ആഘോഷം മാത്രമാകും. കലണ്ടറിൽ പുതുവർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും പുതുമയെ ഉദ്ധരിക്കണം.